ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് വിത്ത് ശ്രീ. ഇന്ന് സിംഗപ്പൂരിൽ നമ്മളുടെ ഡേ 2 ബിഗിൻ ചെയ്യുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 10-10:30 ആയപ്പം വീട്ടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. ഇന്ന് പോകുന്ന ലൊക്കേഷനിലോട്ട് നമുക്ക് ബസ് റൈഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു. ഇവിടെ ബസ് ട്രാൻസ്പോർട്ടിനും മെട്രോ ട്രാൻസ്പോർട്ടിനും കൂടെ ഈസി ലിങ്ക് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡാണ് യൂസ് ചെയ്യണത്. അത് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പല ലൊക്കേഷൻസിലും നമുക്ക് ഈ കാർഡ് റീചാർജ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ഫ്രീ ട്രാൻസ്പോർട്ടാണ്, ഒരു പെർട്ടിക്കുലർ ഹൈറ്റിന് താഴെയുള്ള കുട്ടികൾക്ക്. നമ്മൾ ഇന്ന് ആദ്യം പോകുന്ന ലൊക്കേഷൻ സിംഗപ്പൂരിലെ ഏറ്റവും മോസ്റ്റ് ഹാപ്പനിങ് ലൊക്കേഷൻ എന്നൊക്കെ പറയാം. ഇൻ ദ ലാസ്റ്റ് 2 years വി ആർ ഗോയിങ് ടു സിംഗപ്പൂർ ചാംഗി എയർപോർട്ട്. സിംഗപ്പൂർ ചാംഗി എയർപോർട്ട് ഇൻ ഇറ്റ്സെൽഫ് ഇസ് എ ടൂറിസ്റ്റ് സ്പോട്ട്. ഇപ്പോൾ ഒരു ഡോം പോലത്തെ ഒരു സ്ട്രക്ചർ കാണുന്നില്ലേ, ഇതാണ് ജുവൽ ചാംഗി. ജുവൽ ചാംഗി സിംഗപ്പൂർ എയർപോർട്ടിൽ 2019 ഓപ്പൺ ചെയ്ത ഒരു നേച്ചർ തീം എൻ്റർടൈൻമെൻറ്റ് കോംപ്ലക്സ് ആണ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ പീസായ വേൾഡിൻ്റെ തന്നെ ടോളസ്റ്റ് ആയിട്ടുള്ള ഇൻഡോർ വാട്ടർഫോൾ ദ റെയിൻ വോർട്ടെക്സ് ആണ്. ഈ വാട്ടർഫോളിൻ്റെ ചുറ്റിനും ഇങ്ങനെ ലെവൽ ടെറേസ്ഡ് പാറ്റേണിൽ ഒരു ഫോറസ്റ്റ് സെറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇറ്റ് ഈസ് സോ അമേസിങ് ടു സീ ദിസ്. ഇങ്ങനെ ഒരു എയർപോർട്ടിൻ്റെ അകത്ത് ആണ് ഈ ഒരു ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കണതെന്ന് കാണുമ്പോൾ തന്നെ ഇറ്റ് ഈസ് സോ അമേസിങ് ടു വാച്ച്. ജുവൽ ചാംഗിയിലെ മെയിൻ അട്രാക്ഷൻസ് ആണ് ഒന്ന് ഈ ദ റെയിൻ വോർട്ടെക്സ് എന്ന് വെച്ചാൽ ഈ റെയിൻഫോൾ, നടുക്ക് കാണുന്ന റെയിൻഫോൾ. പിന്നെ ചുറ്റിനും കാണുന്ന ഫോറസ്റ്റ് ഇല്ലേ, ഇതൊരു 5th ഫ്ലോർ വരെ, ലൈക്ക് 5 സ്റ്റോറീഡ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ്. ഇതിൻ്റെ പേരാണ് ഷിഷിഡോ ഫോറസ്റ്റ് വാലി. പിന്നെ ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു കാനപ്പി പാർക്ക് ഉണ്ട്. അവിടെ കുറേ ലെഷർ ആക്ടിവിറ്റീസും പിള്ളേർക്ക് കളിക്കാനും പിന്നെ കുറേ ഗാർഡൻ പോലത്തെയൊക്കെ സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ലെഷർ ആക്ടിവിറ്റീസിനൊക്കെ സെപ്പറേറ്റ്ലി നമ്മൾ ടിക്കറ്റ് എടുക്കണം. നമ്മളിപ്പോൾ നടക്കുന്ന ഒരു ബ്രിഡ്ജില്ലേ, ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഇതിൻ്റെ പേരാണ് കാനപ്പി ബ്രിഡ്ജ്. ഇത് താഴെ നിന്നൊരു 23 meters ഹൈറ്റിലാണ് ലൊക്കേറ്റഡ് ആൻഡ് ഇറ്റ് ഗിവ്സ് എ നൈസ് പാനറോമിക് വ്യൂ ഓഫ് ദ റെയിൻ വോർട്ടെക്സ്. ഇവിടെ വാ. അപ്പു കിച്ചൻ്റെ ഒരു ഫ്രണ്ടിനെ കാണിക്കാൻ പോ. നമ്മൾ കാനപ്പി പാർക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. See peacock, nice, no? Wow, beautiful. അപ്പോൾ അടുത്ത് പോയി നിൽക്കാതെ. കാനപ്പി പാർക്കിൽ കുറേ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ ഫോഗി ബോൾസ്, മിറർ മേസ്, ഹെഡ്ജ് മേസ്, അങ്ങനെ ഡിസ്കവറി സ്ലൈഡ്സ്. ഇപ്പോൾ കുട്ടികൾ കളിക്കുന്നതാണ് ഡിസ്കവറി സ്ലൈഡ്സ്, സ്കൈനെറ്റ് വാക്കിംഗ്, സ്കൈനെറ്റ് ബൗൺസിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാത്തിനും കൂടെ നമ്മൾ കോംബോ ടിക്കറ്റ് എടുക്കാം. ഈസിലി ഒരു 3 to 4 hours ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ്സും ഉണ്ട്, ഫുഡ് കോർട്ടും ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കണമെങ്കിൽ പോയി കഴിച്ചിട്ടും തിരിച്ചു വരാം നമുക്ക്. ഹായ്.
here to go or here to go? Don't worry, we'll find a way out. Go. Maybe this way. Go. Let's go here. No, that's a trap. ഈ ഹെഡ്ജ് മേസും പിന്നെ അടുത്ത കാണാൻ പോകുന്ന മിറർ മേസും നമുക്ക് പേരൻസിനും കുട്ടികൾക്കും ഈക്വലി ത്രില്ലിങ്ങും നല്ല എൻജോയബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. കാനപ്പി പാർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് ആണ്. ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും നല്ല രസമാണ്. പിള്ളേർക്ക് കുറേ അധികം എൻജോയ് ചെയ്യാൻ പറ്റും. Here. കാനപ്പി പാർക്കിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും നന്നായിട്ട് വിശന്നു. അകത്ത് റീറ്റെയിൽ ഷോപ്സ് ഉണ്ട്, പിന്നെ ഫുഡ് കോർട്ട് ഉണ്ട്, അവിടെ തന്നെ കുറേ ബേക്കറീസ് ഒക്കെ കണ്ടു. അപ്പോൾ നമ്മൾ തൽക്കാലം പിള്ളേർക്ക് നമുക്കും കഴിക്കാനുള്ള സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് ജുവൽ ചാങ്കിയുടെ ബോട്ടം മോസ്റ്റ് ഫ്ലോറിൽ പോയി അവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. ഈ ബോട്ടം ഫ്ലോറിൽ വരുമ്പോഴത്തേക്കും നമുക്ക് വാട്ടർഫോളൊക്കെ അടുത്തുനിന്ന് ഫീൽ ചെയ്യാം. ആ വെള്ളം തെറിക്കുന്നതൊക്കെ ശരിക്കും ഫീൽ ചെയ്യാം. പിന്നെ ചുറ്റിനും കാണുന്ന ആ റെയിൻ ഫോറസ്റ്റ് നമുക്ക് കയറി ഇറങ്ങി കാണാം. അവിടെ കുറേ സ്റ്റെപ്സ് പണിത് വെച്ചിട്ടുണ്ട്, അവിടെയൊക്കെ കയറി ഇറങ്ങി കാണാം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നല്ല അടിപൊളി തിരക്കുണ്ടായിരുന്നു അന്ന്. നമുക്ക് മര്യാദയ്ക്കൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടേ ഇല്ല. പക്ഷേ യെസ്, വി എൻജോയ്ഡ് എ ലോട്ട്. Colder than ever. Yeah. And the ice is gone. ജുവൽ ചാങ്കിയിലെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് ഒരു ടാക്സി എടുത്ത് നമ്മുടെ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. അതാണ് ഗാർഡൻസ് ബൈ ദ ബേ. ഗാർഡൻസ് ബൈ ദ ബേ ഒരു നേച്ചർ പാർക്കാണ്. ഒരു 250 ഏക്കേഴ്സിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന നേച്ചർ പാർക്കാണ്, എഡ്ജസിൻ ടു ദ മറീന റിസർവോയർ. ഇവിടെ 3 വാട്ടർ ഫ്രണ്ട് ഗാർഡൻസ് ഉണ്ട്. ബേ സൗത്ത് ഗാർഡൻ, ബേ ഈസ്റ്റ് ഗാർഡൻ, ബേ സെൻട്രൽ ഗാർഡൻ. ഗാർഡൻസ് ബൈ ദ ബേയിൽ ഉള്ളിൽ കയറുന്നതിന് മുന്നേ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ഷെയർ ചെയ്യാണ്. സിംഗപ്പൂർ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് പിന്നെ എല്ലായിടത്തും നല്ല തിരക്കുണ്ടെന്നാണ് കേട്ടെ. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് വരുന്നുണ്ട്, പലയിടത്തും കുറേ ലൈൻ നിൽക്കേണ്ടി വരുന്നുണ്ട്. ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൈൻ നിൽക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് ബേ സൗത്ത് ഗാർഡനിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഫ്ലവർ ഡോം കാണാൻ വേണ്ടിയിട്ടാണ്. ബേ സൗത്ത് ഗാർഡനിൽ 2 ഡോംസ് ഉണ്ട്. ഒന്നാണ് ഫ്ലവർ ഡോം ആൻഡ് ദ അതർ വൺ ഇസ് ദ ക്ലൗഡ് ഫോറസ്റ്റ്. ഇവിടെയൊക്കെ എൻട്രിക്കുള്ള ടിക്കറ്റ് നമ്മൾ എടുക്കണം, ഓൺലൈനും എടുക്കാം. നമ്മൾ ഓൺ ദ സ്പോട്ട് ടിക്കറ്റ് എടുക്കുക ചെയ്തത്. ഫ്ലവർ ഡോമിലാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഈ ഫ്ലവർ ഡോമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2015 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇത് ലാർജസ്റ്റ് ഗ്രീൻ ഹൗസ് ഇൻ ദ വേൾഡ് എന്ന ലിസ്റ്റിൽ വന്നിരുന്നു. Because it's so much AC. See, you can read about that girl. Read. Don't look at her. After this, ഫ്ലവർ ഡോമിൽ 8 എക്സിബിറ്റ്സ് ഉണ്ട്. മോസ്റ്റ്ലി എക്സോട്ടിക് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സിൻ്റെ എക്സിബിറ്റ്സ് ആണ്. റേഞ്ചിങ് ഫ്രം സൗത്ത് ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, സക്യുലൻസ്, പിന്നെ അങ്ങനെ പലതരം എക്സിബിറ്റ്സ് ഉണ്ട്. ഞങ്ങൾ പോയ ദിവസം പിയോനീസ് എന്നുള്ള ഒരു ഫ്ലവർ, പിയോനീസ് എന്ന് പേരുള്ള ഒരു ഫ്ലവറിൻ്റെ എക്സിബിറ്റ് ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. മോസ്റ്റ്ലി നേച്ചർ ഇഷ്ടമുള്ളവർക്കും പിന്നെ ഫ്ലവേഴ്സ് പ്രാന്തുള്ളവർക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ്. See, Appu, here also one lady is standing with her.
都是讲高贵的，但是他们薪水的收入。 പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ദുബൈയിലുള്ള മിറക്കിൾ ഗാർഡൻ കണ്ടേ പിന്നെ എനിക്ക് ഇത് കണ്ടിട്ട് അത്ര ഇഷ്ടമൊന്നും ആയില്ല. ബട്ട് ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഐ വിൽ നോട്ട് സേ ഇറ്റ് ഈസ് എ മസ്റ്റ് വിസിറ്റ്, ബട്ട് യാ, ഇഫ് യു ഹാവ് ടൈം യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലല്ലോ, അപ്പം ഞാൻ എടുത്ത ഫ്ലവേഴ്സിൻ്റെ കുറച്ച് ക്ലോസപ്പ് ഷോട്ട്സ് ഇവിടെ ആഡ് ചെയ്യുകയാണ്. അടുത്തത് നമ്മൾ ദ ക്ലൗഡ് ഫോറസ്റ്റ് എന്ന ഡോമിലാണ് പോയത്. ദിസ് റെപ്ലിക്കേറ്റ്സ് ഓൾമോസ്റ്റ് എ ട്രോപ്പിക്കൽ മൗണ്ടെയിൻ റീജിയൻ കൈൻഡ് ഓഫ് ക്ലൈമറ്റ് ഇൻ ആൻ ഇൻഡോർ സ്പേസ്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ക്ലൗഡ് മൗണ്ടെയിൻ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ചുറ്റിനും കുറേ മരങ്ങളും കുറേ ചെടികളും കുറേ മോസ് പോലത്തെ ചെടികളും കാണാം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഓർക്കിഡ്സ് ഒരുമിച്ച് കാണുന്നത്. You saw? Which one? Ma, have you seen more? A flower bridge. Ma, have you seen more? ഈ ക്ലൗഡ് മൗണ്ടെയിൻ്റെ അടുത്തൂടെ ഒരു എലിവേറ്ററിലാണ് നമ്മളെ വിസിറ്റേഴ്സിനെ എല്ലാവരെയും മുകളിൽ കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മളൊരു സർക്കുലർ പാത്തിലൂടെ നടന്നാണ് തിരിച്ചിറങ്ങുന്നത്. ഇടയ്ക്കിടയ്ക്ക് എലിവേറ്റർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ മോസ്റ്റ്ലി നടന്നാണ് തിരിച്ചിറങ്ങുന്നത്. തിരിച്ചിറങ്ങുന്ന വഴി നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അവിടെ കുറേ ഡിഫറെൻറ്റ് തീമിൽ കുറേ സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. ദ ലോസ്റ്റ് വേൾഡ്, ദ കാവൻ, പിന്നെ വാട്ടർഫോൾ കാണാം, ഉള്ളിൽ കൂടെ വാട്ടർഫോൾ കാണാം, ദ ക്രിസ്റ്റൽ മൗണ്ടെയിൻ. അങ്ങനെ എല്ലാ പേരും ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷേ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. Trees can turn into icy. ക്ലൗഡ് ഫോറസ്റ്റും ഫ്ലവർ ഡോമും ഏകദേശം ഒരു 1 hour ഈച്ചിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് തീർക്കാൻ പറ്റും. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കസിൻ ആൻഡ് ഫാമിലി ഈവനിങ് ഒരു 5-5:30 ആയപ്പോൾ ഞങ്ങളെ അവിടെ ജോയിൻ ചെയ്തു. അവിടെ ഉള്ളിലുള്ള അതർ ഗാർഡൻസ് ആൻഡ് ഓൾ, വി വെൻറ്റ് ടു എക്സ്പ്ലോർ ദ അതർ ഗാർഡൻസ് ആൻഡ് ഓൾ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും. അതിനെയാണ് പറയുന്നത് സൂപ്പർ ട്രീ ഗ്രോവ്. ആൻഡ് പിന്നെ കാണുന്നത് ഇത് മരീന ബേ സാൻഡ്സ് ഹോട്ടലാണ്. ഇതൊക്കെ നമ്മൾ പിന്നെ എക്സ്പ്ലോർ ചെയ്യണുണ്ട്. സൂപ്പർ ട്രീ ഗ്രോവിൽ കുറച്ച് ലൈറ്റ് ആൻഡ് മ്യൂസിക്കിൻ്റെ ഒക്കെ ഈവൻറ്റ് ഉണ്ട് ഈവനിങ്ങിൽ ആഫ്റ്റർ 8 o'clock ഓർ സംതിങ്. ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ് ഫോർ അസ്. ഒരു 7-7:30 ആയപ്പോഴത്തേക്കും ഞങ്ങളും നടന്നു മടുത്തു. അപ്പോൾ വി തോട്ട് ദാറ്റ് വിൽ കം ലേറ്റർ, മേ ബി സം അതർ ഡേ ടു എക്സ്പ്ലോർ ദിസ് പ്ലേസ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഒന്നും പറയണില്ല. അങ്ങനെ ഡേ 2 ഇവിടെ എൻഡ് ആവുകയാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഞങ്ങളുടെ സിംഗപ്പൂർ ട്രാവൽ വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ട്. ഡേ 3 ട്രാവൽ വ്ളോഗായിട്ട് ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.